إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ തെളിവുകളിലൂടെ പഠിക്കുകയും അതിന് വിധേയമായി തൗഹീദിന്റെ അടിത്തറയിൽ തഖ്വയോടെ ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണോ അവനെക്കുറിച്ച് നമുക്ക് വിവരം നൽകിയിട്ടുള്ളത് അതേ പ്രകാരം അഥവാ ഖുർആനിലും സുന്നത്തിലും വിവരിക്കപ്പെട്ട പ്രകാരം അല്ലാഹുവെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്നാൽ രാജ്യത്ത് വലിയൊരു വിഭാഗം അല്ലാഹുവെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. അല്ലാഹുവിന്റെ ഇസ്സത്തും ഖുവ്വത്തും അവന്റെ ശക്തിയും പ്രതാപവും തിരിച്ചറിയാത്തവരാണ് വലിയൊരു വിഭാഗം. അതുകൊണ്ടുതന്നെ ദീനിനെ കച്ചവടം ചെയ്യുന്ന അനേക പുരോഹിതന്മാർ വിവിധ മതങ്ങളിൽ അതേപ്രകാരം തന്നെ ഇസ്ലാമിന്റെ പേരിലും അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത പാമര ജനതയുടെ മുന്നിൽ പലപ്പോഴും തെറ്റായ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അവരുടെ ഉപജീവനമാർഗം ഈ ഒരു വ്യാപകമായ തെറ്റിദ്ധാരണ പരത്തലിലൂടെ അവർ നേടിയെടുക്കുകയും ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്യോത്സ്യന്മാരും കണക്കുനോട്ടക്കാരും പണിക്കന്മാരും അറബ് മാന്ത്രികക്കാരും ഇങ്ങനെ ഭാവി പ്രവചനക്കാരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ. നമ്മുടെ ജീവിതത്തിന്റെ ഭാവി അവർക്ക് അറിയാൻ പല വഴികളുണ്ട്. ഗൈബിയായ ജ്ഞാനമുള്ള പലരുമുണ്ട് എന്ന നിലവാരത്തിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ പരിശോധിച്ചറിയാനും ആ വഴിയിൽ തങ്ങളുടെ തീരുമാനങ്ങൾ ചിട്ടപ്പെടുത്താനുമൊക്കെ വേണ്ടി ഇത്തരം ആളുകളെ ഗൈബിയായ ജ്ഞാനമുണ്ട് എന്ന് പറയുന്നവരെ സമീപിക്കുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. നാളെ എന്ത് നടക്കും, എപ്പോഴാണ് എനിക്ക് എന്റെ ബിസിനസ് തുടങ്ങാൻ പറ്റുക, എന്നാണ് ഞാൻ ഗൾഫിലേക്കുള്ള യാത്ര പുറപ്പെടേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാള് നിർണയിക്കാനും അതേപോലെ തന്നെ എപ്പോൾ ചെയ്താലാണ് അത് ഗുണകരമായി ഭവിക്കുക, എപ്പോഴാണത് നിങ്ങൾക്ക് ദോഷമുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു തരാനും നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് അറിവുള്ള ഒരുപാട് ആളുകൾ രാജ്യത്തുണ്ട് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇതൊക്കെ പൊള്ളവിശ്വാസമാണ് എന്ന് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ സംബന്ധിച്ച് ആദ്യം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ആലിമുൽ ഗൈബി വശഹാദത്തുൽ അസീസുൽ ഹകീം, ഇസ്സത്തും ഹിക്മത്തുമുള്ള
പ്രതാപവും അറിവുമുള്ള അല്ലാഹു അവനാണ് ഭൗതികവും അഭൗതികവും അറിയുന്നവൻ. സൂറത്തു തഗാബുനിലെ 18-ാമത്തെ ആയത്ത്. ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് ഇബ്നു ജരീർ അത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ആലിമുൽ ഗൈബി വശഹാദ, ഭൗതികവും അഭൗതികവും അറിയുന്നവൻ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. യാനി, അതായത് അല്ലദീ യഅലമു സിർറ വൽ അലാനിയ, രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അല്ലാഹു. അല്ലദീ ലാ യഖ്ഫാ അലൈഹിം ബവാത്തിനു ഉമൂരിക്കും വളവാഹിറുഹാ, നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ രഹസ്യങ്ങളോ പരസ്യങ്ങളോ അല്ലാഹുവിന്റെ അരികിൽ മറഞ്ഞു പോകുന്നില്ല. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. സൂറത്തു തൗബയിലെ 78-ാമത്തെ ആയത്തിൽ അലം യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്, അവർ മനസ്സിലാക്കിയിട്ടില്ലേ, തീർച്ചയായും അല്ലാഹു അവരുടെ രഹസ്യവും പരസ്യവും അറിയുന്നു. തീർച്ചയായും അല്ലാഹു അല്ലാമുൽ ഗുയൂബാണ്, ഗൈബിയായ മറഞ്ഞു കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായി അറിയുന്നവനാണ്. സൂറത്തുൻ നംലിലെ 65-ാമത്തെ ആയത്ത് ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, പറയുക നബിയെ, ആകാശങ്ങളിലും ഭൂമിയിലും ഒരാളും തന്നെ ഗൈബ് അറിയുന്നില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഗൈബ് അറിയുന്നതായി അല്ലാഹു മാത്രമാണുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, ഗൈബിന്റെ താക്കോലുകൾ അല്ലാഹുവിന്റെ അരികിലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അത് അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്രി വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസ് ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്ത്. അല്ലാഹു അല്ലാതെ ഗൈബ് അറിയുകയില്ല. അവൻ കരയിലുള്ളതും കടലിലുള്ളതും എന്തിനു ഒരു ഇല പൊഴിയുന്നത് പോലും അല്ലാഹു അറിയാതെയില്ല. ഇരുട്ടിൽ, ഭൂമിയുടെ ഇരുട്ടിലുള്ള ധാന്യങ്ങൾ അത് അല്ലാഹു അറിയാതെയില്ല. പച്ചയാകട്ടെ ഉണങ്ങിയതാകട്ടെ അതൊന്നും വ്യക്തമായ ഒരു കിതാബിൽ ഇല്ലാതെയില്ല. എല്ലാം അല്ലാഹുവിനറിയാം. അതെല്ലാം അല്ലാഹു ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ലാതെ കരയിലോ കടലിലോ യാതൊന്നും തന്നെയില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സഅ, തീർച്ചയായും അന്തിമനാളിന്റെ അറിവ് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. വയുനസ്സിലുൽ ഗൈസ, അവനാണ് മഴ വർഷിക്കുന്നത്. അഥവാ മഴയെ സംബന്ധിച്ച അറിവ് അല്ലാഹുവിങ്കിൽ മാത്രമുള്ളതാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളത് അല്ലാഹു അറിയുന്നു. ആ കുഞ്ഞ് ജീവനോടുകൂടെ പുറത്തു വരുമോ, എന്നാണ് വരിക, വന്നാൽ എത്ര കാലം ജീവിക്കും, എത്ര ആരോഗ്യമുണ്ടാകും, എത്ര സന്തോഷമുണ്ടാകും, ഏതെല്ലാം വിധികൾ അവനെ കാത്തിരിക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അല്ലാഹു മാത്രമാണ്. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഒരാളും നാളെ എന്താണ് സമ്പാദിക്കുക എന്ന് അറിയുന്നില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഒരാളും ഏത് മണ്ണിലാണ് മരിച്ചു വീഴുക എന്ന് അറിയുന്നില്ല. അതായത് നാം നാളെ എന്താണ് സമ്പാദിക്കുക, നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാവുക, സന്തോഷമോ ദുഃഖമോ സമ്പാദ്യമോ നമ്മുടെ അരികിൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. അതറിയുന്നത് അല്ലാഹു മാത്രമാണ്. നമ്മുടെ മരണം ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ച് അതറിയുന്നത് അല്ലാഹു മാത്രമാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്ത് ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹു അല്ലാഹ്, പറയുക നബിയെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതും നിങ്ങൾ പരസ്യപ്പെടുത്തുന്നതും അല്ലാഹു അറിയും. വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സൂറത്തു ആൽ ഇംറാനിലെ 29 ആയത്തുകൾ. ഇങ്ങനെയുള്ള ദശക്കണക്കിന് ആയത്തുകൾ. ഗൈബിയായ വിജ്ഞാനം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും നാളെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അറിയാൻ വഴിയുണ്ടെങ്കിൽ അത് അല്ലാഹു വഹി മുഖേന അറിയിച്ചു കൊടുക്കുന്ന റസൂലുമാരിലൂടെ മാത്രമാണ്. നമ്മുടെ മരണാനന്തര ജീവിതം, മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ എന്താണ് നടക്കുന്നത്,
അതേപോലെ ഉയർത്തെഴുന്നേൽപ്പ് എപ്രകാരമാണ്, വിചാരണ നാളിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്, മഹ്ശറിലെ രംഗങ്ങൾ, അതേപോലെ തന്നെ സ്വറാത്ത്, മീസാൻ, ഹൗദ് തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാളെ നടക്കാനിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് അദ്ദേഹത്തിന് ഗൈബ് അറിയാവുന്നു എന്നതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അത് റസൂലിന്റെ ഡ്യൂട്ടിയാണ്. അള്ളാഹു അദ്ദേഹത്തെ അത് വഹി മുഖേന അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അറിയിക്കപ്പെട്ട കാര്യങ്ങളല്ലാതെ അതിനപ്പുറത്തൊന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ഏതെങ്കിലും റസൂലുമാർക്കോ തന്റെ സമുദായത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അഭൗതിക ജ്ഞാനമുള്ളവൻ അത് അല്ലാഹുവാണ്. അവൻ ഒരാൾക്കും തന്റെ അഭൗതിക ജ്ഞാനത്തിൽ നിന്ന് അറിയിച്ചു കൊടുക്കുന്നില്ല. ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, റസൂലിൽ നിന്ന് അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ അല്ലാഹു നേരിട്ട് നമ്മോട് പറയുക എന്നതല്ല, ഓരോരുത്തർക്കും അല്ലാഹു ഇൽമ നൽകുക എന്നുള്ളതല്ല. നേരെ മറിച്ച് റസൂലുമാരിലൂടെ അവർക്ക് അവതരിപ്പിക്കപ്പെടുന്ന കിതാബുകളിലൂടെയാണ് ഇത്തരം ഗൈബിയായ കാര്യങ്ങൾ നമ്മുടെ അരികിലേക്ക് വരുന്നത് എന്ന് സൂറത്തുൽ ജിന്നിലെ 26-27 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും വ്യാപകമായി നമ്മുടെ നാട്ടിൽ സൃഷ്ടികൾക്ക് ഗൈബറിയാമെന്നുള്ള ജ്ഞാനം, ഗൈബറിയാമെന്നുള്ള ധാരണ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് പ്രചരിപ്പിക്കാനായി പണ്ഡിതന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. അവർക്കെല്ലാം ഗൈബിയായ ജ്ഞാനം അറിയാമെന്ന പേരിൽ, ദീനിന്റെ പേരിൽ വലിയ കൊള്ള നടക്കുന്നുണ്ട്. അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ജാറ വ്യവസായം പൊടിപൊടിക്കുന്നത്, ഉറൂസുകളും ഉത്സവങ്ങളും വ്യാപകമാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതോ സ്വഹാബികൾക്ക് പരിചയമില്ലാത്തതോ ആയ യഹൂദി ക്രൈസ്തവരുടെ അരികിൽ പരിചയമുള്ള മുശ്രിക്കുകൾ നടപ്പാക്കാറുള്ള ഇസ്ലാമിക വിരുദ്ധമായ ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്നതിന് പിന്നിൽ ഇൽമുൽ ഗൈബ്, ഗൈബിയായ ജ്ഞാനം അമ്പിയാക്കൾക്കുണ്ട്, ഔലിയാക്കൾക്കുണ്ട് എന്ന തെറ്റിദ്ധാരണ നമ്മുടെ സമുദായത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അത്തരം തെറ്റായ വ്യവസായങ്ങൾ ദീനിന്റെ പേരിൽ ഇവിടെ വ്യാപിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇവിടെ കൃത്യമായി അള്ളാഹുവിനല്ലാതെ ഗൈബ് അറിയില്ല, അള്ളാഹുവിന്റെ റസൂലിന് ഗൈബ് അറിയില്ല. എത്രമാത്രം വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. യൗമ യജ്മഉല്ലാഹു റസൂല ഫയഖൂലു മാദാ ഉജിബ്തും. അള്ളാഹു റസൂലുമാരെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം ആ റസൂലുമാരോട് അള്ളാഹു ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത്? നിങ്ങളെല്ലാവരെയും അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ജനത നിങ്ങൾക്ക് എന്താണ് ഇജാബത്ത് നൽകിയത്? ഖാലു, റസൂലുമാർ ഉത്തരം അപ്പോൾ അള്ളാഹുവിനോട് മറുപടി പറയും, ലാ ഇൽമ ലനാ, ഞങ്ങൾക്കറിവില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും നീ മാത്രമാണ് ഗൈബുകൾ അറിയുന്നവൻ. അതായത് ഞങ്ങൾ ദഅവത്ത് നടത്തിയിട്ട് ആരൊക്കെയാണ് അത് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്, സ്വീകരിച്ച ആളുകളൊക്കെ ആത്മാർത്ഥമായി സ്വീകരിച്ചവർ തന്നെയാണോ? ഇക്കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഗൈബുകൾ അറിയുന്നവൻ നീ മാത്രമാകുന്നുവെന്ന് റസൂലുമാർ അല്ലാഹുവിന് ഉത്തരം നൽകുന്നത് സൂറത്തുൽ മാഇദയിലെ 109 ആയത്തിൽ കാണാം. ഇനി ഖുർആൻ വീണ്ടും സൂറത്ത് ഹൂദിലെ 31 ആയത്ത്, വലാ അഖൂലു ലക്കും ഇന്നീ ഖസായിനുല്ലാ, എന്റെ അരികിൽ അല്ലാഹുവിന്റെ ഖജനാവുകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയുകയില്ല. വലാ അഖൂലു ഇന്നീ മലക്, ഞാൻ മലക്കാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലാ അഖൂലു ലില്ലദീന തസ്ദരി അയുനുകും ലയൂതിയഹുമുല്ലാഹു ഖൈറാ, എന്നിങ്ങനെ പറഞ്ഞു വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂലിന് പോലും ഗൈബ് അറിയില്ല, ഞാൻ ഗൈബ് അറിയില്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചത് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്ത് ഹൂദിലെ 31 ആയത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാനായി വീണ്ടും പറയുന്നു സൂറത്തുൽ അഹ്ഖാഫിൽ, ഖുൽ മാ കുൻതു ബിദഅൻ മിന റസൂൽ, നീ പറയുക ഞാൻ റസൂലുമാരിൽ പുതുമയുള്ള ഒരാളുമല്ല, മറ്റുള്ള റസൂലുമാരെ പോലെ തന്നെയാണ് ഞാനും. വമാ അദ്രി മാ യുഫ്അലു ബി വലാ ബികും, എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എന്തെല്ലാമാണ് അല്ലാഹു പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ ജീവിതത്തിൽ ഇനി നാളെ എന്തെല്ലാം നടക്കും, എന്നെ കൊണ്ട് ഈ നാട്ടിൽ എന്തെല്ലാം നടക്കേണ്ടതുണ്ട്, നിങ്ങളെ കൊണ്ട് എന്തെല്ലാം നടക്കേണ്ടതുണ്ട് അറിഞ്ഞുകൂടാ എന്ന് പറയാനാണ് മുഹമ്മദ് നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിച്ച കാര്യം മാത്രമാണ് ഞാൻ പിൻപറ്റുന്നത്. സൂറത്തുൽ അഹ്ഖാഫിലെ 9 ആയത്ത്. ഇത്ര വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കേണ്ടതുണ്ട്. സൂറത്തുൽ അഅറാഫിലെ 188 ആയത്തിൽ, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ, എനിക്കെങ്ങാനും ഗൈബിയായ ജ്ഞാനമുണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ ഞാൻ സ്വായത്തമാക്കിയേനെ.
വമാ മസ്സനിയ സൂ, എന്നെ ദോഷങ്ങൾ ബാധിക്കുമായിരുന്നില്ല. ഗൈബ് അറിയാത്തതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൗതിക ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗൈബ് അറിയാത്തതുകൊണ്ട് ഒരുപാട് വേദനകളും സങ്കടങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരിടത്തേക്ക് ഇറങ്ങിയാൽ അവിടെ കാത്തിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ആ അപകടങ്ങൾ നേരിടേണ്ട അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് റസൂൽ പറയുന്നത്, എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഒരുപാട് നന്മകൾ ഞാൻ സ്വന്തമാക്കിയേനെ, അതേപോലെ എന്നെ ദുരിതങ്ങൾ ബാധിക്കുകയും ചെയ്യുമായിരുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതയ്ക്ക് സന്തോഷവാർത്ത നൽകുന്നവനും താക്കീത് നൽകുന്നവനും മാത്രമാണ് ഞാൻ. അദ്ദേഹം സ്വർഗത്തെക്കുറിച്ച് സന്തോഷം അറിയിക്കുന്നു, നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ഈ സുവിശേഷവും ഈ താക്കീതും നൽകുക എന്നതല്ലാതെ ഗൈബിയായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രവർത്തനം നിർവഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. ഹദീസ് ജിബ്രീൽ എല്ലാവർക്കും പരിചയമുള്ളതാണ്, ദീർഘമായ ഹദീസാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യരൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഈമാനിനെ കുറിച്ച് ചോദിച്ചു, ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാറ്റിനും കൃത്യമായ മറുപടികൾ നൽകി. അദ്ദേഹം അതേ എന്ന് അതിനെ ശരിവെച്ചു. ആ കൂട്ടത്തിൽ അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനോട് ചോദിച്ചു, സുമ്മ സഅലഹു അനിസ്സാഅ, ലോകാന്ത്യത്തെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദ്യകർത്താവിനേക്കാൾ ചോദിക്കപ്പെട്ടവൻ അറിവുള്ളവനല്ല. ഇവിടെ എന്ത് മനസ്സിലായി? ലോകാന്ത്യം എന്ന് നടക്കുമെന്നാണ് ചോദ്യം. ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ റസൂൽ ഉത്തരം കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ലോകാന്ത്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഗൈബിയായ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാൾ അറിവുള്ളവനല്ല ചോദിക്കപ്പെട്ടവൻ. അതിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അറിയില്ല ലോകാന്ത്യം എന്നാണ് എന്ന്, ജിബ്രീൽ അലൈഹിസ്സലാമിനും അറിയില്ല ലോകാന്ത്യം എന്നാണ് എന്ന്. അതായത് ഗൈബിയായ ജ്ഞാനം മലക്കുകൾക്കോ നബിമാർക്കോ പോലും അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരേ ഒരു സംഭവം മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈബ് അറിയുന്നില്ല. കാരണം എന്താണ്? ഇന്ന് ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകൾ ഉംറ പാഴാക്കുന്നു, ഇനി ഹജ്ജിന് പുറപ്പെടുന്നവർ ഹജ്ജ് പാഴാക്കുന്നു. എങ്ങനെ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ആ ഇബാദത്താണ്. മുഴുവൻ ഇബാദത്തുകളും തൗഹീദിന്റെ ഇബാദത്താണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അള്ളാഹുവിന് പങ്കാളികളില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അള്ളാഹുവിന് ഉള്ള അറിവ് സൃഷ്ടികൾക്കാർക്കുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോകുന്നത്. അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയെന്ന് പറഞ്ഞ് എല്ലാ ആധിപത്യവും അള്ളാഹുവിന് മാത്രമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഒരാൾ ഹജ്ജിന് പുറപ്പെടുന്നത്, ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത്. പക്ഷെ അവിടെ ചെന്നാൽ ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ ഒന്നുകിൽ ഹജ്ജിന് മുമ്പായി അല്ലെങ്കിൽ ഹജ്ജിന് ശേഷമായി അവൻ മദീനയിലേക്ക് പോകും. മദീനയിൽ ചെന്നാൽ മസ്ജിദ് നബവിയിലേക്ക് പോകും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിലേക്ക് സലാം പറയാനായി പോകുന്ന പലരുടെയും വിശ്വാസം എന്താണ്? ഇവിടെ ഞാൻ സലാം പറയാൻ വന്നു നിൽക്കുന്നത് റസൂൽ കാണുന്നുണ്ട്, എന്റെ സലാം റസൂൽ കേൾക്കുന്നുണ്ട്. ഞാൻ വല്ല ആവശ്യങ്ങളും റസൂലിനോട് പറഞ്ഞാൽ അത് റസൂൽ കേൾക്കും. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞ് എന്റെ ആവശ്യങ്ങൾ റസൂൽ വാങ്ങിത്തരും. ഇങ്ങനെയുള്ള തനിച്ച ശിർക്കൻ വിശ്വാസവുമായി മദീനയിലേക്ക് പോവുകയും ആ ഒരു വിശ്വാസത്തോടുകൂടെ അവിടേക്ക് പോയതിന്റെ പേരിൽ മാത്രം താൻ നിർവഹിച്ച ഹജ്ജും ഉംറയും എല്ലാം വെള്ളത്തിലായി പോവുകയും ചെയ്ത എത്ര ഹാജിമാർ നമുക്കുണ്ട്. റസൂലിന്റെ അരികിലേക്ക് ഇത്തരം വിശ്വാസങ്ങളുമായി കടന്നു ചെല്ലുന്നു. റസൂൽ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ മനസ്സിലുള്ളത് അറിയുന്നുണ്ട്, നാം ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഗൈബിയായ ജ്ഞാനം റസൂലിനുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി അവിടെ കടന്നു പോകുന്ന എത്ര പേരുണ്ട്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാനായി അള്ളാഹു കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതുവരെ ഓതി കേൾപ്പിച്ച ആയത്തുകളിൽ വ്യക്തമാണ്. ഇതൊക്കെ റസൂലാണ് പറഞ്ഞത്. എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ നന്മ വർദ്ധിപ്പിക്കുമായിരുന്നു, എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ എന്നെ ദുരിതം ബാധിക്കുമായിരുന്നില്ല. ഗൈബ് അറിഞ്ഞുകൂടാ, അള്ളാഹുവിനല്ലാതെ ആകാശഭൂമികളിൽ ഒരാൾക്കും ഗൈബ് അറിഞ്ഞുകൂടാ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പഠിപ്പിച്ചതിനു ശേഷവും റസൂലിന് ഗൈബ് അറിയാം, ഔലിയാക്കൾക്ക് ഗൈബ് അറിയാം, മലക്കുകൾക്ക് ഗൈബ് അറിയാം, ജിന്നുകൾക്ക്
ഗൈബ് അറിയാം എന്ന വിശ്വാസത്തോടുകൂടി തെറ്റായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും നമ്മുടെ രാജ്യത്ത് മുസ്ലിം ഉമ്മത്തിൽ തന്നെ ധാരാളമായി നടന്നു വരുന്നുണ്ട്. പൗരോഹിത്യത്തിന്റെ വരുമാന മാർഗം എന്ന രീതിയിൽ ഈ പിഴച്ച വിശ്വാസം, ഈ കട്ടപിടിച്ച ഇരുട്ട് ഇസ്ലാമിന്റെ ലേബലിൽ നാട് നീളെ പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം മാത്രം മതിയാകും. ഹദീസുൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചുള്ള അപവാദ സംഭവം. എന്താണ് കാര്യം? നമുക്ക് എല്ലാവർക്കും അറിയാം. ബദർ മുസ്തലിഖ് യുദ്ധം, ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും പുറപ്പെടുകയാണ്. അവരിടക്കിടക്ക് ഓരോ താവളങ്ങളിൽ വിശ്രമിച്ചു കൊണ്ടുപോകുന്നു. ഒരു താവളത്തിൽ വിശ്രമിച്ച് അടുത്ത താവളത്തിലേക്ക് പുറപ്പെടുമ്പോൾ ഓരോ യുദ്ധയാത്രയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിമാരിൽ നിന്ന് നറുക്കെടുത്ത് ഒരാളെ കൂടെ കൂട്ടാറുണ്ട്. ബദർ മുസ്തലിഖിൽ അതിനുള്ള അവസരം ലഭിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവരുടെ നെഞ്ചിലൊന്ന് തപ്പി നോക്കിയപ്പോൾ മാല കാണാനില്ല. ആ മാല എവിടെ പോയി? വെളിക്കിരിക്കാൻ പോയപ്പോൾ എവിടെയോ വീണ് കാണും, പൊട്ടിപ്പോയിട്ടുണ്ടാകും. അത് തിരയാൻ വേണ്ടി അവർ വിശ്രമിക്കുന്ന ഒട്ടകത്തിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും അവരവിടെ ചെന്ന് അത് തിരയുകയും ആ മാല പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ഒട്ടക കൂടാരവുമായിട്ട് പോയി. അന്ന് അവർ ചെറിയ പ്രായം കുറഞ്ഞ സ്ത്രീയാണ്, അവർക്ക് ഭാരമില്ല. അവരിതിനകത്തുണ്ടോ ഇല്ലേ എന്ന് ആ ഒട്ടക കൂടാരമെടുത്ത് ഒട്ടകത്തിന്റെ മുതുകിലേക്ക് വെക്കുന്ന സ്വഹാബികൾക്ക് പോലും അറിഞ്ഞില്ല. ഇവിടെ പറയുന്നത് ഔലിയാക്കൾക്ക് ഗൈബ് അറിയാമെന്നാണ്. 8 സ്വഹാബികളെക്കാളും വലിയ ഔലിയാക്കൾ ആരാണ്? ഇതിനകത്ത് ആയിഷ ബീവി ഇരിക്കുന്നില്ല എന്ന കാര്യം ആ ഒട്ടകക്കട്ടിൽ പൊക്കിയ ഒരു സ്വഹാബിക്കും മനസ്സിലായില്ല. തന്റെ മാല എവിടെയാണ് വീണുപോയത് എന്നും ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായില്ല. ആയിഷ ബീവി ഇല്ലാതെയാണ് ഈ ഒട്ടകം സഞ്ചരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ല. അങ്ങനെ നിങ്ങൾ നോക്കൂ, ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നവർക്ക് അവർ കണ്ണു തുറന്നാണ് ദീൻ പഠിക്കുന്നത് എങ്കിൽ ഹദീസുകളിൽ വന്നിട്ടുള്ള സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസിൽ ദീർഘമായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നറിയാമോ? അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു അവരെ കണ്ടെത്തുകയും തന്റെ ഒട്ടകപ്പുറത്ത് കയറ്റി സുരക്ഷിതമായി ആയിഷ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ എല്ലാ സ്വഹാബികളും നോക്കി നിൽക്കെ അവിടെ എത്തിക്കുകയും എല്ലാം ചെയ്ത സംഭവം പ്രസിദ്ധമാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന തെമ്മാടിയായ മുനാഫിഖിന്റെ നേതൃത്വത്തിൽ വലിയൊരു ദുഷ്പ്രചാരണം ആ നാട് നീളെ പിന്നെ പരന്നു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദ പ്രചരണമുണ്ടായി. അവരുടെ മേൽ വ്യഭിചാരോപണം ഉന്നയിക്കപ്പെട്ടു. ഈ മുനാഫിക്കുകളുടെ വാദം ഇന്നും വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. നമുക്ക് കാണാം, റസൂൽ അവസാനത്തെ 12ാമത്തെ ഇമാം ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോൾ ആയിഷ ബീവിയെ അവരുടെ ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്നും അവരുടെ മേൽ വ്യഭിചാരത്തിന്റെ സിനയുടെ ഹദ് നടപ്പാക്കും അവസാനത്തെ മഹദി എന്ന് വിശ്വസിക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങളാണ് റാഫിളി വിശ്വാസമുള്ള ആളുകളെന്ന് നമുക്ക് കാണാൻ കഴിയും. നഊദു ബില്ലാഹ്. നിങ്ങൾ നോക്കൂ, അത്ര വരെ എത്തി ഈ സംഭവത്തിന്റെ പ്രചാരണങ്ങൾ ആ രൂപത്തിൽ. എന്നിട്ടോ അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നാട് നീളെ അപവാദം പ്രചരിപ്പിച്ചപ്പോൾ സാധാരണഗതിയിൽ ആയിഷ ബീവിയോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുന്നില്ല. വീട്ടിൽ വരും, കൈഫത്തീക്കുമെന്ന് മാത്രം ചോദിക്കും. സുഖമാണോ എന്ന് ചോദ്യം. ആയിഷ ബീവിക്ക് ആ യാത്ര കഴിഞ്ഞപ്പോൾ പനിയുണ്ടായിരുന്നു. അവർ അസുഖബാധിതയായി വീട്ടിൽ കിടക്കുന്നു. പുറത്ത് നടക്കുന്ന ദുഷ്പ്രചാരണങ്ങളൊന്നും അവർ അറിയുന്നില്ല. കാരണം അവർക്ക് ഗൈബ് അറിയില്ല. അവരെക്കുറിച്ച് നാട് നീളെ മോശമായ ഒരു വാർത്ത പ്രചരിക്കുന്നത് ആയിഷ ബീവി അറിഞ്ഞിട്ടില്ല. സ്വഹീഹ് ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ദീർഘമായി ഈ സംഭവം സൂറത്തുൻ നൂറിലെ ആ ഹദീസുൽ ഇഫ്കുമായി ബന്ധപ്പെട്ട 10 ആയത്തുകൾ വിവരിക്കുന്നിടത്ത് എല്ലാ മുഫസ്സിറുകളും എടുത്തു ചേർത്തത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആയിഷ ബീവി ഒരിക്കൽ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മിസ്താഹിന്റെ മാതാവിന്റെ കൂടെ വെളിക്കിരിക്കാൻ വേണ്ടി പോകുമ്പോൾ തിരിച്ചു വരുമ്പോ ആ ഉമ്മയൊന്ന് വീഴാൻ പോയി. പതറി വീഴാൻ പോയപ്പോൾ ആ ഉമ്മ ഒരു ശാപവാക്ക് പറഞ്ഞു. മിസ്തഹ് തൊലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു. ആയിഷ ബീവി ചോദിച്ചു, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ നിങ്ങളുടെ മകൻ, അവർ തൊലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോഴാണ് ആ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ മകൻ ഉൾപ്പെടെ നാട്ടിൽ ഒരുപാട് നിന്നെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവിക്ക് അപ്പോഴേ മനസ്സിലായത്, ആയിഷ ബീവിയെക്കാളും വലിയൊരു വലിയത്തുണ്ടോ? നമ്മളെ മനമ്പത്തടിഞ്ഞ ബീവിക്ക് പോലും ഗൈബിയായ ജ്ഞാനമുണ്ടെന്നാണ് ഇവിടെ ഖൗമ് വിശ്വസിക്കുന്നത്. അവര് ദീനുള്ളവരാണോ, ദീൻ സ്വീകരിച്ചവരാണോ എന്ന് പോലും ഇന്നും അറിഞ്ഞുകൂടാ. അവരുടെ വലിയ പോരിശ പോലും അവരുടെ ഊരും പേരും അറിയില്ല എന്നുള്ളതാണ്. ഊരും പേരും അറിയാത്ത, ദീൻ അറിയാത്തവർക്ക് ഗൈബ് അറിയാമെന്ന് വാദിക്കുമ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമാണ് തന്നെ കുറിച്ചുള്ള ഒരു അപവാദ പ്രചാരണം അവരറിയുന്നത്? ഈ ഒരു സംഭവം മാത്രം മതി നബിമാർക്കോ സ്വഹാബത്തിനോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ
ഗൈബിയായ ജ്ഞാനമില്ല എന്നുള്ളതിന് എത്ര രംഗങ്ങളാണ് ഇവിടെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും ആയിഷ ബീവിയുടെ അരികിൽ കടന്നു വരും. ആയിഷ ബീവിക്ക് തന്നെ സംശയം, റസൂലിന് എന്നോട് എന്തോ ഒരു വിഷമമുണ്ട്. ഈ ഉമ്മു മുസ്തഹിൽ എന്ന് വിവരം അറിയുന്നത് വരെ തന്നെ എന്താ കാരണം? സാധാരണ പോലെ ഇഴുകിയ സംസാരമില്ല, ഹൃദ്യമായി അദ്ദേഹം ഇണങ്ങുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അവര് വിചാരിച്ചത് താൻ അശ്രദ്ധമായി ഇറങ്ങിപ്പോയതിന് റസൂലിന് വല്ല വിഷമമുണ്ടാകും, മാല തെരഞ്ഞു പോയല്ലോ, എല്ലാവർക്കും ഒരു വിഷമമായല്ലോ, ആ സംഭവത്തിന്റെ പേരിൽ എങ്ങാനുമുള്ള ഒരു നീരസമാണ് റസൂലിനുള്ളത് എന്ന് മാത്രമേ ആയിഷ ബീവി കരുതിയിട്ടു റളിയല്ലാഹു അൻഹ. പക്ഷേ അതിനേക്കാളും ഗുരുതരമായ പ്രശ്നമാണ് ഇവിടെ ഉള്ളത് എന്ന് അവർക്ക് മനസ്സിലായില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായോ ആയിഷ ബീവി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? അദ്ദേഹം തെളിവ് കിട്ടാതെ ഒരു കാര്യം പറയുകയില്ല, ആരോപിക്കുകയില്ല, ശരി തന്നെ. എന്നാലും റസൂലിന്റെ മനസ്സിൽ ഉറപ്പില്ല, ഈ ആരോപണത്തിൽ വല്ല കഴമ്പുമുണ്ടോ ഇല്ലയോ റസൂലിന് അറിഞ്ഞുകൂടാ. എത്രത്തോളം ആയിഷ ബീവി പറയുന്നു, ഞാൻ ഈ വിവരം അറിഞ്ഞതിന്റെ പിറ്റേന്ന് നേരം വെളുത്തു, ഈ സംഭവം അറിഞ്ഞത് മുതൽ രാത്രി മുഴുവൻ തോരാത്ത കണ്ണീരുമായിട്ടാണ് ആയിഷ ബീവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു വിളിച്ചു, ഉസാമ ഇബ്നു സൈദ്, ഉസാമയെ വിളിച്ചു റളിയല്ലാഹു അൻഹുമാ. ഹീന ഇസ്തൽബസ അലൈഹിൽ വഹ്യ്, എന്നിട്ട് എന്താ കാരണം? വഹി വന്നിട്ടില്ല. ആയിഷ ബീവി നിരപരാധയാണോ അല്ലയോ അതിന് വഹി വന്നിട്ടില്ല. റസൂലിന് അതറിയാൻ ഒരു വഴിയും കിട്ടിയിട്ടില്ല. ഹത്താ യസ്തശീറഹുമാ ഫീ ഫിറാഖി അഹ്ലി, ഇത്തരമൊരു ഘട്ടത്തിൽ ആയിഷ ബീവി തലാഖ് ചൊല്ലണോ വേണ്ടേ? റസൂൽ അങ്ങനെ ചിന്തിച്ചുപോയി. ഗൈബിയായ ജ്ഞാനം റസൂലിനുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച റസൂലിന്റെ പക്കൽ നിന്നുണ്ടാകുമോ? അലി റളിയല്ലാഹു അൻഹുവിനോട് കൂടി ആലോചിച്ചു, ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് കൂടി ആലോചിച്ചു. ഫഅമ്മാ ഉസാമത്തു ഫഅശാറ അലൈഹി ബില്ലദി യഅലമുഹു മിൻ ബറാഅത്തി അഹ്ലി, അദ്ദേഹത്തിന്റെ പത്നിയെക്കുറിച്ച് അവൾ നിരപരാധിയാണ് എന്നുള്ള കാര്യത്തിൽ തനിക്കറിയാവുന്ന കാര്യം ഉസാമ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, ഒരിക്കലും അവരിൽ നിന്ന് അങ്ങനെ സംഭവിക്കുകയില്ല. വബില്ലദി യഅലമുഹു ഫീ നഫ്സിഹി മിനൽ ബുദ്ദി ലഹുൻ, അവർക്ക് റസൂലിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് അവർ റസൂലിന്റെ പത്നിമാരോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനിയോ താങ്കളുടെ പത്നി അല്ലാഹുവിന്റെ റസൂല്, താങ്കളുടെ പത്നി ആയിഷ, അവരെ കുറിച്ച് നല്ലതല്ലാതെ ഞങ്ങൾക്കറിയില്ല എന്നാണ് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിങ്ങൾ അവരെ തലാഖ് ചൊല്ലാൻ തീരുമാനിക്കേണ്ടതില്ല. എന്നാൽ അലി എന്താ പറഞ്ഞത്? അലി ആയിഷ ബീവിയെ കുറിച്ച് തെറ്റായ ആരോപണങ്ങളൊന്നും നടത്തിയില്ല. എന്നാലും അലി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ ഖലീഫക്ക് പോലും അറിയില്ല ഇവിടെ ഈ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹം പറയുന്നത്, ലം യുളയ്യിഖില്ലാഹു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു അങ്ങേ ഒരിക്കലും ഞെരുക്കുകയില്ല. നിങ്ങൾക്കിനി അഥവാ ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നിങ്ങളുടെ കൂടെ ഭാര്യയായി താമസിപ്പിക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് വിഷമിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുന്നത്? അല്ലാഹു ഒരിക്കലും നിങ്ങൾക്ക് വിഷമം തരാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ അവരെ തലാഖ് ചൊല്ലിക്കോളൂ. എന്നാൽ ഈ മനസ്സിന് ഭാരവുമായി അവരെ കൂടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെയും ഭാര്യമാരെ ധാരാളമായി കിട്ടുമല്ലോ. വന്നിസാഉ സിവാഹ കസീർ, വേറെയും സ്ത്രീകൾ ഇവിടെ ധാരാളമില്ലേ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. അത് ചോദിച്ചത് റസൂലിന്റെ വിഷമം കണ്ടിട്ടാണ്. ആയിഷ ബീവിയെ കുറിച്ച് ആരോപണത്തിൽ പങ്കെടുത്തതല്ല. ആയിഷ ബീവിയെ കുറിച്ചുള്ള ആ പ്രചാരണത്തിൽ ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന് പോലും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ അലി റളിയല്ലാഹു അൻഹു സാധിക്കും? നിങ്ങൾ നോക്കൂ, അവസാനം അലി റളിയല്ലാഹു അൻഹു ഒരു കാര്യം കൂടി പറഞ്ഞു, വസലിൽ ജാരിയത തസ്ദുഖക, ഒരു കാര്യം ചെയ്യ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആയിഷ ബീവിയുടെ കൂട്ടുകാരി, അവളെ സഹായിക്കുന്ന ആ ബരീറ ബീവി, അവരെ വിളിച്ചു ചോദിച്ചു നോക്കൂ, അവർ നിങ്ങളോട് സത്യം പറയും. ആയിഷ ബീവിയുടെ കയ്യിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ അത് കൂട്ടുകാരി എന്നുള്ള നിലക്ക് ആര് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും? ബരീറ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അവരെ വിളിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം എന്ന് പറഞ്ഞു. ആയിഷ ബീവി പറയാണ്, ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറ, അങ്ങനെ ബരീറ ബീവിയെ റസൂലുള്ളാഹി വിളിച്ചു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ ബരീറ ഹൽ റഅയ്തി മിൻഹാ ശൈഅൻ യുരീബുക്. നോക്കണം, ദിവസങ്ങൾ കഴിഞ്ഞു, ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ചോദ്യം. അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും നിലയ്ക്ക് ഉരുത്തിരിയും പ്രശ്നങ്ങൾ എന്ന് കരുതി കാത്തിരിക്കുകയാണ്. ഏതാണ്ട് ഒരു മാസമായി ബരീറ ബീവിയെ വിളിച്ചു ചോദിച്ചു, ആയിഷ ബീവിയെ പറ്റി മോശമായ വല്ലതും നിന്റെ മനസ്സ് നീ കണ്ടിട്ടുണ്ടോ? നിനക്കെന്തെങ്കിലും അറിയുമോ? ആയിഷ ബീവിയെ പ്രചരിപ്പിക്കുന്ന സത്യമാകാനിടയുള്ള സമാനമായ വല്ല സംഭവവും നിന്റെ ശ്രദ്ധയിൽ മുമ്പ് പെട്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി അന്വേഷിക്കുകയാണ്. അവർ പറഞ്ഞ മറുപടി എന്താണ്? ലാ ഖാലത്ത് ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, ഇല്ല റസൂലേ, അങ്ങേ സത്യവുമായി പറഞ്ഞയച്ച അല്ലാഹുവാണ് സത്യം, ഇല്ല. ഇൻ റഅയ്തു മിൻഹാ അംറൻ ഉഗ്മിസുഹു,
عليها أكثر من أنها جارية حديثة السن تنام عن عجين أهلها فيأتي الداجن فيأكل. എനിക്ക് അവരെ കുറിച്ച് ആകെ പറയാൻ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യമേൽപ്പിച്ചാൽ അത് ശ്രദ്ധിക്കാതെ ഉറങ്ങിപ്പോകും. ആയിഷാബിക്ക് പ്രായം വളരെ കുറവാണ്, ചെറുപ്രായക്കാരിയാണ്. അപ്പൊ മാവ് കുഴച്ചു വെച്ച് ആയിഷ നീ ഒന്ന് നോക്കണം എന്ന് പറയും. അപ്പൊ ആയിഷാ ബീവി അത് നോക്കുന്നിടത്ത് ആ മാവിൽ വല്ലതും കടിച്ചു കൊണ്ടുപോകുന്നു നോക്കണം. ചപ്പാത്തി ഉണ്ടാക്കാൻ പത്തിരി ഉണ്ടാക്കാൻ കുഴച്ചു വെച്ച മാവാണ്. ആയിഷാ ബീവി ചിലപ്പോൾ അത് നോക്കാതെ, കുട്ടികൾ ചെറുപ്രായക്കാർ വേറെ പണിക്ക് പോകുമല്ലോ, അതേപോലെ ഇവർ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അവരെ ഏൽപ്പിച്ച പണി മറന്ന് ഉറങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ എലി വന്ന് ആ മാവ് കടിച്ചു കൊണ്ടുപോകാറുണ്ട്. ഇതല്ലാതെ അവരെക്കുറിച്ച് മറ്റൊരു പരാതിയും എനിക്ക് പറയാനില്ല, അവരെക്കുറിച്ച് മോശമായി ഒന്നും എനിക്കറിഞ്ഞുകൂടാ എന്നാണ് അവർ പറഞ്ഞത്. അവസാനം അതിന്റെ ഏറ്റവും ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബിവിയുടെ അരികിലേക്ക് ചെല്ലുക. സുമ്മഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മാ ബഅദു യാ ആയിഷ, ആയിഷ ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ, നിന്നെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നാട്ടിൽ ഇങ്ങനെയൊക്കെ കഥയുണ്ട്. ഫഇൻ കുൻതി ബരീഅതൻ ഫസയുബരിഉകില്ല, നീ നിരപരാധിയാണെങ്കിൽ, ഈ പറയുന്ന ആരോപണം നിന്നിലില്ലെങ്കിൽ അല്ലാഹു നിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തും. വഇൻ കുൻതി അലംതി ബിദംബി ഫസ്തഗ്ഫിരില്ലാ, ആയിഷ നീ എങ്ങാനും അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ ഇസ്തിഗ്ഫാർ ചെയ്തോ. നോക്കണം നിങ്ങൾ, ഒരു മാസം കഴിഞ്ഞു, ഏതാണ്ട് 40 ദിവസമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബിവിയോട് പറയാണ്, നിനക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തോ. ആയിഷാ ബിക്ക് എത്ര വിഷമമുണ്ടാവും. ഒരിക്കലും അവരെ പരിധിയിൽ പെടാത്തൊരു സംഭവം ഉണ്ടായി. അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായ മുശ്രിക്കും മുനാഫിഖുമായ ഇബ്നു ഉബയ്യിന്റെ പേരിൽ ദുഷ്പ്രചാരണങ്ങൾ ഉണ്ടായി. ഏതാനും ചില വ്യക്തികൾ, സ്വഹാബികളിൽപ്പെട്ടവർക്ക് കുറഞ്ഞ നേരം അത് തെറ്റാണോ, അത് അങ്ങനെ സംഭവിച്ചോ എന്ന് തോന്നിപ്പോയി. ഉടനെ തന്നെ അവർ തിരുത്തുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. മിസ്തഹടക്കം അതിൽ നിന്ന് തൗബ ചെയ്തു പിന്മാറിയതാണ് ചരിത്രം. നിങ്ങൾ നോക്കൂ, ഗൈബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബിയായ ജ്ഞാനമുണ്ടായിരുന്നുവെങ്കിൽ ആയിഷാ ബിവിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഈ സംസാരം റസൂലിൽ നിന്നുണ്ടാകുമായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും ചിന്തിക്കാതെ ഈ ചരിത്രമെല്ലാം പഠിച്ചവർ, ഹദീസുകൾ വായിച്ചവർ ഒരു വിഷമവുമില്ലാതെ നാട്ടിൽ വെച്ച് പറയുകയാണ് റസൂലിന് ഗൈബ് അറിയാമെന്ന്, ഔലിയാക്കൾക്ക് ഗൈബ് അറിയാമെന്ന്, അവർ നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും അറിയുന്നുണ്ടെന്ന്, അതുകൊണ്ട് നമുക്ക് അവരെ വിളിച്ച് തേടാമെന്ന്, അവർ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അല്ലാഹുവുമായുള്ള ബന്ധം കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമെന്ന്. അങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിൽ ശിർക്കും കുഫറും അതേപോലെ യഹൂദിയത്തിന്റെയും നസ്രാനിയത്തിന്റെയും ശിർക്കിന്റെയും ഉത്സവങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ ഈ നാടുകളെ ഈ തീരപ്രദേശങ്ങളിൽ പതിവായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്കെല്ലാം ബാക്കി നമുക്കറിയാം. അവസാനം ഖുർആൻ ആയത്തിറങ്ങി, ആയിഷാ ബിവിയുടെ നിരപരാധിത്വം വെളിപ്പെട്ടു. നമ്മുടെ വിഷയം എന്താണ്? ഗൈബിയായ ജ്ഞാനം റസൂലിനില്ല, സ്വഹാബത്തിനില്ല, റസൂലിന്റെ പത്നിമാർക്കില്ല. വളരെ വ്യക്തമാണ്. ആയിഷാ ബീവിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട മസ്റൂഖ്, അദ്ദേഹം ആയിഷാ ബീവിയിൽ ഉദ്ധരിക്കുന്നു, മൻ സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റബ്ബഹു ഫഖദ് അഅലമ അലല്ലാഹിൽ ഫിദിയ. ആരെങ്കിലും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിനെ നേരിട്ട് കണ്ടു എന്ന് വാദിച്ചാൽ കള്ളമാണ് പറഞ്ഞത്. അക്കൂട്ടത്തിൽ പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിക്ക് നാളെയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഫഖദ് അഅലമ അലല്ലാഹിൽ ഫിദിയ, അവൻ കള്ളമാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്, കളവാണ് പറയുന്നത്, റസൂലിന്റെ പേരിൽ കള്ളമാണ് പറയുന്നത്. റസൂലിന് ഗൈബ് അറിയാമെന്ന് പറഞ്ഞാൽ, നാളത്തെ കാര്യം റസൂലിന് അറിയാമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ കളവാണ് പറയുന്നത് എന്ന് വ്യക്തമായി ഇവിടെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മുൻകാല റസൂലുമാരുടെ സമുദായങ്ങളുടെ ചരിത്രങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം സൂറത്ത് ഹൂദിലെ 49-ാമത്തെ ആയത്തിൽ തിൽക മിൻ അംബാഇൽ ഗൈബ്, ഇതൊക്കെ ഗൈബിന്റെ വർത്തമാനങ്ങളാണ്. നൂഹിഹാ ഇലൈക, നിനക്കിത് നാം വഹി നൽകുന്നു. മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ, നാം വഹി നൽകുന്നതിന് മുമ്പ് നിനക്കോ നിന്റെ ജനതക്കോ ഈ കഥകളൊന്നും അറിയുമായിരുന്നില്ല, ഈ ചരിത്രമൊന്നും അറിയുമായിരുന്നില്ല എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭം കൂടി നമുക്ക് മനസ്സിൽ വെക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ എന്താണ്? യുദാദു ഉനാസുൻ അൻ ഹൗദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ഹൗദിന്റെ അരികിൽ നിന്ന് ജനങ്ങൾ ആട്ടിയകറ്റപ്പെടും. ഫഅഖൂൽ, അപ്പോൾ ഞാൻ പറയും, യാ റബ്ബി ഉമ്മത്തി, എന്റെ റബ്ബേ എന്റെ ഉമ്മത്താണിത്. ചില റിപ്പോർട്ടിൽ സഹാബി എന്റെ സഹാബാണിത് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതായത് ഓരോ നബിമാർക്കും ഹൗദുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ്
ആ ഹൗദിൽ നിന്ന് കുടിക്കാനായി മഹ്ശറിൽ വരുമ്പോൾ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവർ വരുമ്പോൾ ഒരു വിഭാഗത്തെ തടഞ്ഞു നിർത്തും. അങ്ങോട്ട് പോകാൻ മലക്കുകൾ അനുവദിക്കുകയില്ല. അപ്പൊ നബി പറയും, അതെന്റെ ഉമ്മത്താണല്ലോ, എന്റെ അസഹാബാണല്ലോ എന്ന് പറയും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന ഉത്തരം എന്താണ്? ഫയുഖാൽ ഇന്നക ലാ തദ്രീ മാ അഹദസു ബഅദക, നിന്റെ കാലശേഷം, നിന്റെ മരണശേഷം അവർ ചെയ്തു കൂട്ടിയ ബിദ്അത്തുകൾ നിനക്ക് അറിഞ്ഞുകൂടാ. ഇന്നഹും ലഹും യസാലൂന മുർത്തദ്ദീന അലാ ഖാബിഹിം മുൻദു ഫാറഖ്തഹും, നീ അവരിൽ നിന്ന് പിരിഞ്ഞുപോയ സമയം മുതൽ, നീ മരണപ്പെട്ടത് മുതൽ അവർ ദീൻ ഉപേക്ഷിച്ച് ദീനീ വിരുദ്ധമായ വഴികളിലേക്ക് മുർത്തദ്ദുകളായി മടങ്ങിപ്പോയവരാണ് അവരൊക്കെ. എന്നിട്ട് പറയും ഫാഖൂൽ, ആ സമയത്ത് ഞാൻ പറയും സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എന്റെ കാലശേഷം ദീനിൽ മാറ്റം വരുത്തിയവർ ദൂരെ പോകട്ടെ, അവർ ഇങ്ങോട്ട് വരണ്ട, അവർ അതിവിദൂരത്തെ പോട്ടെ, നശിച്ചു പോകട്ടെ, തൊലഞ്ഞു പോകട്ടെ എന്ന് പറയും. അവരെ ഹൗദിലേക്ക് അടുപ്പിക്കണമെന്ന് നബിയും പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം നബിയുടെ ഉമ്മത്തിൽ നിന്ന് മുർത്തദ്ദുകളായി പോയ എത്ര ആളുകളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുർത്തദ്ദുകൾക്കെതിരെ സൈനിക നീക്കം നടത്തി നമുക്കറിയാം. അതേപോലെ ബിദ്അത്തുകൾ ചെയ്തവരുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. മുസ്ലിമിലും ബുഖാരിയിലും ഒരുപോലെ സഹീൽ ബിൻ സഅദിൽ വന്ന റിപ്പോർട്ടിൽ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിന്റെ കാലശേഷം അവർ ചെയ്ത ബിദ്അത്തുകൾ നിനക്ക് അറിഞ്ഞുകൂടാ. മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തു. നബിയുടെ പേരിൽ ജന്മദിനാഘോഷം സംഘടിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെ പോലെ. ഇസ്ലാമിന്റെ മാതൃകയല്ല, അഹ്ലു കിതാബിന്റെ മാതൃകയാണ്. ചാവടിയന്തരം നടത്തുന്നു, എന്തെല്ലാം ഏർപ്പാടുകൾ, ഉറൂസും ഉത്സവവും നടത്തുന്നു, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യം ദീനാണ് എന്നുള്ള നിലക്ക് ഒരുപാട് ബിദ്അത്തുകൾ നിന്റെ മരണശേഷം ഇവരെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നീ അതൊന്നും അറിഞ്ഞിട്ടില്ല. ബിദ്അത്തുകാർക്ക് ഹൗദിൽ നിന്ന് വെള്ളമില്ല. ചുരുക്കം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഇവിടെ നടന്ന കാര്യങ്ങൾ നബി അറിഞ്ഞിട്ടില്ല. നബി അറിഞ്ഞിട്ട്, അതുകൊണ്ടല്ലേ അള്ളാഹു പറയുന്നത് ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിന്റെ മരണശേഷം അവർ ചെയ്ത ബിദ്അത്തുകൾ നിനക്കറിഞ്ഞുകൂടാ, അവർ ചെയ്ത മുഹ്ദസത്തുകൾ നിനക്കറിഞ്ഞുകൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത തെളിവുകൾ, ഗൈബിയായ ജ്ഞാനം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാമാണികമായ വിഷയങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്ന സച്ചരിതരായ മുവഹ്ഹിദുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഊസീകും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ഇസ്ലാമികമാക്കി തീർക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മലക്കുകൾക്കും വഴി പറയില്ല, നമുക്കറിയാം. ആദം അലൈഹിസ്സലാമിന് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്ത ശേഷം മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് ഈ ഭൂമുഖത്തുള്ള എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പറയാനായിട്ട് അള്ളാഹു മലക്കുകളോട് ആവശ്യപ്പെടുന്നുണ്ട്. മലക്കുകൾ ഇവിടെയുള്ള വസ്തുക്കളുടെ പേര് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ പറഞ്ഞ മറുപടി എന്താണ്? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചതേ അറിയൂ. അതായത് ആദം നബി പഠിച്ച ഈ വിഷയങ്ങൾ മലക്കുകൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മലക്കുകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് കൈ പറയാമെന്ന് നമ്മൾ കരുതുകയും വേണ്ടതില്ല. മനസ്സിലായില്ലേ? ഇനി ജിന്നുകൾക്കറിയാം. ഒരൊറ്റ സംഭവം മതി. സുലൈമാൻ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് മറ്റു നബിമാരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ജിന്നുകളുണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്ര സേവയ്ക്കായി ജിന്നുകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പല ജോലികളും ചെയ്യാൻ വേണ്ടി ജിന്നുകളെ ഉപയോഗിച്ചിരുന്നു. അവർ ആ കൃത്യമായി ആ ജോലി ചെയ്യുമോ എന്ന് അദ്ദേഹം നിരീക്ഷിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം ഒരു വടിയും പിടിച്ച് തന്റെ കസേരയിൽ, തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ജിന്നുകൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണമുണ്ട് എന്ന് മനസ്സിലാക്കി തങ്ങൾ കൃത്യമായി ജോലി നിർവഹിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് മനസ്സിലാക്കി അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. പക്ഷെ അതിനിടക്ക് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാം മരണപ്പെട്ട വിവരം അവരാരും അറിഞ്ഞിട്ടില്ല. ജിന്നുകൾക്കും ഗൈബിയായ ജ്ഞാനമില്ല. ഖുർആൻ ആ കാര്യം സൂറത്ത് സബയിലെ 14-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കി. ഫലമ്മാ ഖദൈനാ അലൈഹിൽ മൗത്ത് മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്. അങ്ങനെ സുലൈമാൻ നബിക്ക് ആ മരണം വിധിച്ചപ്പോൾ ആ മരണത്തിന് മറ്റൊരടയാളവും ഉണ്ടായില്ല, ചിതലല്ലാതെ. എങ്ങനെ ചിതലടയാളമായി? ചെതൽ അദ്ദേഹം കുത്തിപ്പിടിച്ച വടിയുണ്ടല്ലോ, തഅകുലു മിൻ സഅതഹു. ആ വടി ചെതൽ തിന്നപ്പം വടി പൊട്ടിയിട്ട് സുലൈമാൻ നബി താഴെ വീണു. അപ്പോഴാണ് അദ്ദേഹം മരിച്ചു എന്ന് അവിടെ കൂടിയ ജിന്നുകളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം അതല്ലാതെ മറ്റൊരു അടയാളം ഉണ്ടായിരുന്നില്ല. ഗൈബിയായ ജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾക്ക് കൊടുത്തിട്ടില്ല.
فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. അദ്ദേഹം താഴെ വീണപ്പോഴാണ് ജിന്നുകൾക്ക് കാര്യം വ്യക്തമായത്. ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിന്ദ്യമായ കഷ്ടപ്പാടിൽ മുഴുകുമായിരുന്നില്ല എന്നാര് പറഞ്ഞു? ജിന്നുകൾ പറഞ്ഞതായി സൂറത്തു സബയിലെ 14-ാമത്തെ ആയത്തിൽ കാണാം. ഇങ്ങനെ എത്രയിടത്ത് ഇത് വളരെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ഇനി മലക്കുകൾക്ക് ഗൈബ് അറിയില്ല, ജിന്നുകൾക്ക് ഗൈബ് അറിയില്ല, റസൂലുമാർക്കറിയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല, സ്വഹാബത്തിന് അറിയില്ല. ഇനി പിന്നെ പിൽക്കാലക്കാർക്ക് ഗൈബ് അറിയുമോ എന്ന് അന്വേഷിച്ചു പോകേണ്ട ആവശ്യം നമുക്കുണ്ടോ? ആർക്കും ഗൈബ് അറിയില്ല എന്നുള്ളതിന് 100 കണക്കിന് തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയും. വമാ കാന അല്ലാഹു ലിയുത്ലിയകും അലൽ ഗൈബ് എന്ന് ഖുർആൻ വ്യക്തമാക്കുകയും ചെയ്തു. അല്ലാഹു നിങ്ങൾക്ക് ഗൈബ് വെളിപ്പെടുത്തി തരാൻ പോകുന്നില്ല. എല്ലാവരെ കുറിച്ചും ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. റസൂലുമാർക്ക് അല്ലാഹു തൃപ്തിപ്പെടുന്ന റസൂലുമാർക്ക് അറിയിച്ചു കൊടുക്കുമെന്നല്ലാതെ പിൽക്കാലത്ത് നിങ്ങൾക്കാർക്കും ഗൈബ് വെളിപ്പെടുത്തി തരാൻ പോകുന്നില്ല എന്ന് സൂറത്ത് ആൽ ഇംറാനിലെ 179-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഗൈബിയായ ജ്ഞാനമുണ്ട് എന്ന നിലയിൽ ജ്യോത്സ്യന്മാരെ സമീപിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. സമീപിച്ചാൽ 40 ദിവസം നിസ്കാരം പോകും. വിശ്വസിച്ചാൽ കാഫറായി പോകും. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവനല്ല എന്നെല്ലാം താക്കി നൽകിയിട്ടുണ്ട്. സാഹിറുമാർ, സിഹറിന്റെ പ്രവർത്തനങ്ങളുമായി മുഴുകുന്നവർ, ശൈത്താന്മാരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ചില ആവഭാവങ്ങളിലൂടെ തങ്ങൾക്ക് ഗൈബ് അറിയാമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, കബളിപ്പിക്കുന്ന, ഇസ്ലാമിന്റെ ശരിയായ അഖീദയെ തകർത്ത് കളയുന്ന ഈ ജ്യോത്സ്യന്മാരും മാരണക്കാരും സിഹറിന്റെ ആളുകളും മന്ത്രവാദികളും ഇത്തരം ആളുകളുടെ ഭവിഷ്യത്തുകളിൽ അവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഒരാൾ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ, ഒരാൾക്കൊരു ജോലി കിട്ടിയാൽ ഇതിന്റെയൊക്കെ പണം പിടുങ്ങാൻ ഈ ജാറം കമ്മിറ്റിയും ഈ ജ്യോത്സ്യന്മാരും ഈ മാന്ത്രികക്കാരും അവർക്കൊക്കെ നമ്മൾ ഒരു ഓഹരി കൊടുക്കണം, അവരെ കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത് എന്നുള്ള നിലക്ക് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൈബിയായ ജ്ഞാനത്തെ സംബന്ധിച്ച് ഇസ്ലാം നൽകുന്ന കൃത്യമായ പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശരിയായ രൂപത്തിൽ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കുന്ന സച്ചരിതരായ മുഅ്മിനുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖളിർ അലൈഹിസ്സലാം മൂസാ നബിയോട് വിവരിച്ചിട്ടുള്ളതുപോലെ നമുക്ക് അള്ളാഹു നൽകുന്ന വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രത്തിൽ നിന്നൊരു പൈങ്കിളി, ഒരു കിളി ഒരു സമുദ്രത്തിൽ കൊക്കുകൊണ്ട് കൊത്തിയാൽ എന്താണ് അതിൽ നിന്ന് ആ കിളിക്ക് എടുക്കാൻ പറ്റുക? അതിലപ്പുറം ഇൽമൊന്നും റസൂലുമാർക്ക് പോലും അള്ളാഹു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ മഹാ അറിവുകൾ അത് സൃഷ്ടികൾക്ക് അറിയാമെന്ന് വാദിക്കുന്നത് അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിന്റെ മറവിൽ നടക്കുന്ന എല്ലാ ചൂഷണങ്ങളിൽ നിന്നും നമ്മുടെ ഇൽമും ഈമാനും കാരണമായി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ഇതാഅതിക്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله على محمد وعلى آله محمد.